ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഷ് കോഴ്സസിന്റെ ഡീറ്റെയിൽസ് പറയാനാണ്. നമ്മുടെ മെയ് 2021 ജൂൺ 2021 എക്സാംസിന്റെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഏകദേശം ഫൈനലൈസ് ആയിട്ടുണ്ട്. CA, CS, CMA ഇന്റർമീഡിയറ്റിനുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. രണ്ട് രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐദർ ഒരു ക്രാഷ് കോഴ്സ് ആയിട്ട്, അതല്ലെങ്കിൽ അമെൻമെന്റ്സിന്റെ മാത്രം ക്ലാസ് ആയിട്ട്. രണ്ട് ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും. വേണ്ടത് ചൂസ് ചെയ്യാവുന്നതാണ്. ക്രാഷ് കോഴ്സ് ആണെന്ന് വെച്ചാൽ ഫുൾ മെറ്റീരിയൽ നമ്മൾ കവർ ചെയ്യും, ഫുൾ സിലബസും കവർ ചെയ്യും. ഫുൾ സിലബസ് ഇൻ ദ സെൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യും. കാരണം നമുക്കിപ്പോ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ പിന്നെ അത് പഠിക്കാനും പഠിക്കുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മാക്സിമം ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഒക്കെ ആണെങ്കിൽ ഒരു 35-40 അവേഴ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 50 അവേഴ്സ് വരെയൊക്കെയല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്രാഷ് ആണല്ലോ. അപ്പൊ ആ ടൈമിനുള്ളിൽ മാക്സിമം എത്ര സിലബസ് ഫുൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്തുകൊണ്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുക. ഇപ്പോൾ ഓൾറെഡി എന്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ചുകൂടെ എക്സാം ഫോക്കസ് ചെയ്ത് നമുക്ക് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ആദ്യം വിചാരിച്ചത് ലൈവ് സെഷൻ വെക്കാന്നായിരുന്നു ഫുള്ളി. പക്ഷെ അത് പിന്നെ ആലോചിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഓരോരുത്തർക്ക് വേറെയും സബ്ജക്ട്സിന്റെ ക്ലാഷ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്റെ ടൈമിങ്സും സ്റ്റുഡൻസിന്റെ ടൈമിങ്സും ചിലപ്പോൾ മാച്ച് ആവില്ല. അതുകൊണ്ട് ഇപ്പൊ ലൈവ് വിചാരിക്കുന്നില്ല. റെക്കോർഡഡ് ക്ലാസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലൈവ് സെഷൻസും ഇടയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ എനിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം ഞാൻ പറയും. ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ളവർക്ക്, ഡൗട്ട് ഉള്ളവർക്ക് ആ സമയത്ത് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ ഡൗട്ട് ഉള്ളവർക്കൊക്കെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു കുട്ടിക്കുള്ള ഡൗട്ട് മറ്റൊരു കുട്ടിക്കും ചിലപ്പോൾ അതേ ഡൗട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ആ ഡൗട്ട് തോന്നിയിട്ടേ ഇല്ലെങ്കിലും നമുക്ക് എല്ലാ ഡൗട്ടുകളും കേൾക്കുമ്പോൾ നമുക്കൊന്നുകൂടെ നമ്മുടെ നോളേജ് കൂടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതും ഏത് ദിവസം വേണം എന്നുള്ളത് ഒരു ഡേറ്റ് ഞാൻ പറയാം. ഇടയ്ക്ക് ഓരോ ദിവസം ഞാൻ പറയാം. പിന്നെ ഈ ക്ലാസ്സസ് റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ വാലിഡിറ്റി എന്ന് പറയുന്നത് മെയ് അല്ലെങ്കിൽ ജൂൺ 2021 ഏത് എക്സാം ആണോ നമുക്ക് അപ്ലിക്കബിൾ അതുവരെ മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇത് ബോത്ത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അല്ല രണ്ടും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്. ഓക്കെ. പിന്നെ രണ്ടാമത് ഉദ്ദേശിക്കുന്നത് അമെൻമെന്റ്സിന്റെ മാത്രം ക്ലാസ് ആണ്. അമെൻമെന്റ്സിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ അമെൻമെന്റ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അമെൻമെന്റ്സും ഡിസ്കസ് ചെയ്യും. പിന്നെ ഇൻ കേസ് ഇപ്പൊ RTP ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പൊ ഇറങ്ങിയിട്ടില്ല, RTP ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്താം ക്ലാസ്സസിൽ. അതും കൂടെ റെക്കോർഡ് ചെയ്ത് തരാം. അതും കുഴപ്പമില്ല. അതുപോലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ളത് ലൈവ് സെഷൻ ഒരു ഡേറ്റ് അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ സെഷൻസ് മാക്സിമം ഉണ്ടാവുള്ളൂ അമെൻമെന്റ്സിന്റെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ. ക്രാഷ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കാം. ഓക്കെ. അപ്പൊ അമെൻമെന്റ്സിന്റെ ആവുമ്പോൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ അല്ലെങ്കിൽ RTP MTP ഡിസ്കഷൻ അങ്ങനെയുള്ളതിനും ഉണ്ടായിരിക്കും, ഒരു സെഷൻ ഉണ്ടായിരിക്കാം. അതും റെക്കോർഡ് ചെയ്ത് തരാം. ഡൗട്ട് ക്ലിയറിങ്ങിന് മാത്രം ഒരു ദിവസമായിട്ടും ടൈം തരാം. അപ്പൊ ക്ലാസ്സസ് മാർച്ച് ഫസ്റ്റ് വീക്ക് മുതൽ തുടങ്ങാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്ക് ആയിട്ട് ക്ലാസ് തുടങ്ങും. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എന്നുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. തൽക്കാലത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ സാധാരണ ഞാൻ എടുക്കുന്ന പോലെ തന്നെയായിരിക്കും. വിത്ത് ഹെൽപ്പ് ഓഫ് PPT നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതേ നോട്ട്സ് തന്നെ ആയിരിക്കും മിക്കവാറും. അതിലിപ്പോ അമെൻമെന്റ്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ചാനലിൽ അവൈലബിൾ അല്ല. അപ്പൊ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, ഫീസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. അല്ലെങ്കിൽ മെയിലായിട്ട് അയക്കുന്നവരാണെങ്കിൽ മെയിലായിട്ട് അയക്കുക. റെസ്പോണ്ട് ചെയ്യാം. താങ്ക് യു.